എല്ലാവർക്കും ട്രെയിനേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എബി ചെറിയാൻ. ഞാനൊരു മെന്റൽ ഹെൽത്ത് കൗൺസിലറായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ദ ട്രെയിനർ ബാച്ചിലെ 21ാമത്തെ സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. എനിക്ക് വളരെ അഭിമാനമുണ്ട് അത് പറയുവാൻ തന്നെ. കാരണം ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഇത് ചെയ്യാൻ സാധിക്കുമെന്നത് എനിക്കറിയില്ലായിരുന്നു. വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ വേറൊരു രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ അല്ലാതെ വേറെ സാധ്യതയില്ല എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇതൊരു ക്ലാസ് എന്നെ കൂടുതൽ തിരിച്ചറിയുവാനും എൻ്റെ കഴിവുകളൊന്ന് പൊടിതട്ടി എടുക്കുവാനും സാധിച്ചത് വളരെ അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായി പറയും ഓരോ സെഷനും പുതിയ അറിവുകളും പുതിയ ഒരു ആത്മവിശ്വാസവും ധൈര്യവും നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന എല്ലാവരുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ടും പിന്തുണയും ഇതെല്ലാം വളരെയേറെ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വിംബിൾ അക്കാഡമിയോടും അർച്ചന മാമിനോടും ഫൈസൽ സാറിനോടും ജാസ്മിൻ മാമിനോടും എന്റെ ചെറുതും വലുതുമായി പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് അനിവാര്യമായ പ്രചോദനകരമായ ആത്മവിശ്വാസം പകരുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ പ്രയാസങ്ങള്, പ്രതിസന്ധികള്, പ്രലോഭനങ്ങള്, വെല്ലുവിളികളെല്ലാം നേരിടാം. എന്നാൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടേണ്ടത്? എങ്ങനെ നമ്മുടെ മനോഭാവം പോസിറ്റീവ് ആക്കി മാറ്റാം? അത് ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സോന മാമാണ്. മാം ടീച്ചറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, അതോടൊപ്പം തന്നെ ഒരു മെന്റലിസ്റ്റ് കൂടിയാണ്. മാമിനെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനു മുമ്പും മാം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് മാം സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ടു സ്റ്റേ പോസിറ്റീവ് വെൻ ലൈഫ് ടെസ്റ്റ് യു എന്നതിനെ കുറിച്ചാണ്. ഓരോ പ്രതിസന്ധി നേരിടുമ്പോഴും ആത്മവിശ്വാസം നഷ്ടമാകാതെ എങ്ങനെ നേരിടാം, അതിനുള്ള മാർഗങ്ങളും വഴികളും ചിന്തകളും ഇന്ന് മാമിന്റെ ക്ലാസ്സിൽ കൂടി നമുക്ക് ശ്രവിക്കാം. മാമിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനും അതുപോലെ കേൾക്കുവാനും വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വൺസ് അഗെയിൻ വെൽക്കം. I am very excited have you here, ma'am. The platform is now yours. Thank you. Okay. Thank you, sir. Audible ആണോ? Audible ആണോ ഞാൻ പറയുന്നത്? Yes, ma'am. ഹലോ. കേൾക്കാം മാം. താങ്ക് യു. സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്, കാണാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും വൈബായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? എല്ലാവർക്കും സുഖാണോ? സുഖാണോ? ഓക്കെ. സോ സുഖാണ്. അപ്പൊ സുഖാണെന്ന് കേട്ടതിൽ സന്തോഷം. അപ്പം സാറ് പറഞ്ഞ മാതിരി നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു ടാറിട്ട നല്ല തിളങ്ങണ റോഡ് മാതിരി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതൊന്നല്ല. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ചെറിയ ചെറിയ കുഴികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ? നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇനിയിപ്പോ ആ റോഡ് നേരെയാണെന്നെങ്കിൽ തന്നെ എന്താണ്, അത് കൂടാതെ നമുക്ക് ആ റോഡിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ? അപ്പം നമ്മുടെ ലൈഫും അതുപോലെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഒരു പ്രോബ്ലം കഴിയുമ്പോൾ വിചാരിക്കും തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ എന്താ, വീണ്ടും നമ്മളുടെ ലൈഫിലേക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇല്ലേ? ഇങ്ങനെ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമോ? No. ഇല്ല, ഒരിക്കലും പറ്റില്ല. പ്രോബ്ലംസ് എന്തായാലും വരും. അതിപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൽ മാത്രമേ പ്രോബ്ലംസ് ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എല്ലാവരുടെ ലൈഫിലും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് നമ്മളെ?
എന്തായിരിക്കും ഈ ഒരു സക്സസ് ആയവരുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി സിറ്റുവേഷൻസ് മാത്രമാണോ ഉണ്ടായത്, അതോ അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാ? അവരുടെ ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈ സക്സസ് ഉണ്ട് ആയിട്ടുള്ളവരുടെ ഉണ്ട്. സ്റ്റോറീസ് ഒക്കെ ഒരുപാട് വായിക്കാറുണ്ടോ? എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു എന്ന രീതിയിലിരിക്കും. ഇപ്പൊ സക്സസ് ആയവരാണെങ്കിലും ആ പ്രശ്നങ്ങളെ എങ്ങനെ അവർ നോക്കിക്കണ്ടു. അതെ. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതെ, ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാരാ? ഇതൊരു പരുന്തിന്റെ ചിത്രമാണോ? അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ? കാണാം. കാണാം. ഓക്കെ. യെസ് മാം. ശരിക്കും ഈഗിളിന്റെ നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും ഒരു ഈഗിളിന്റെ ആറ്റിറ്റ്യൂഡ് വേണമെന്നാ പറയാ. എന്തുകൊണ്ടാണെന്നറിയോ? ആരെങ്കിലും പരുന്തിന്റെ സ്റ്റോറി അറിയോ? ഈഗിളിന്റെ സ്റ്റോറി, അതിജീവനത്തിന്റെ കഥ. യെസ്. യെസ്. ഓക്കെ. Yes, അപ്പം ആ, അറിയാം. അപ്പൊ ആരെങ്കിലും ഒന്ന് പറയാവോ അത്, ആ ഒരു കഥ? ഞാൻ പറയണോ? right, that would be better. ഓക്കെ, ഞാൻ തന്നെ. ഓക്കെ 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 ബിന്ദുന. അതായത് ഈഗിളിന്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈഗിളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഈ വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ടൈമില് ബാക്കിയുള്ള കിളികളൊക്കെ എന്താ ചെയ്യാ? ഒരു കൂടിന്റെ ഉള്ളില് കയറിയിരിക്കും അല്ലെ? ആ മഴയെ പേടിച്ച് കൂടിന്റെ ഉള്ളില് കയറിയിരിക്കും. എന്നാ നമ്മുടെ ഈഗിൾ എന്താ ചെയ്യാ? ആ മഴയ്ക്ക് മുകളിലൂടെ പറക്കും എന്നാ പറയാ. അതായത് മഴ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലത്തെ ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഈഗിളിന്റെ മുമ്പിലത്തെ ഒരു പ്രോബ്ലം മഴയായിരുന്നു. മറ്റുള്ള കിളികളെ പോലെ തന്നെ ഈഗിളിന്റെ മുമ്പിലും ഈ ഒരു മഴ ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ആ പ്രോബ്ലത്തിന് മുകളിലൂടെ പറക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ഈഗിളിനെ വ്യത്യസ്തനാക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു ചെറിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഈഗിളിന് എനിക്ക് തോന്നുന്നു ഒരു 70 വർഷത്തോളമൊക്കെ ആളുടെ ഒരു എന്താ പറയാ, അത്രയും ഇയർ അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയാം. സോ ഒരു 40 ഇയർ ഒക്കെ 40 വയസ്സൊക്കെ ആവുന്ന ആ ഒരു ടൈമില് ഇവരുടെ ഈ തൂവലിനൊക്കെ ഭയങ്കര കട്ടിയൊക്കെ കൂടും. പിന്നെ ഇവരുടെ കൊക്കൊക്കെ ഇങ്ങനെ വളഞ്ഞ് അവർക്ക് ഇര പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാവും. ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ അല്ലെങ്കിൽ കുറെ കാണാൻ പറ്റും. ഓഡിബിൾ ആണല്ലോ? യെസ് യെസ് മാം. ഓക്കെ ഓക്കെ. സോ അങ്ങനെ ആ ഒരു 40 വയസ്സിൽ ആൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഇതിനെ അതിജീവിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ മരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇര പിടിക്കാൻ പറ്റില്ല, തൂവലിന് കനം കൂടിയ കാരണം കൊണ്ട് ഉയരത്തിൽ പറക്കാൻ പറ്റില്ല, ആളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റേതാവുമ്പോൾ അറിയാലോ, വളരെ ഉയരത്തിൽ പറന്നാലും നോട്ടം ഇട്ട് വെച്ച ഇരേനെ ആള് കഴിക്കും. അത് ആളുടെ വേറൊരു പ്രത്യേകതയാ. അതായത് വേറെ ആരെങ്കിലും കഴിച്ചിട്ട് ആള് കഴിക്കില്ല. ആൾ ഏത് ഏരിയനെയാണോ നോട്ടിട്ടുള്ളത് ആ ഒരു ഏരിയനെ ആയിരിക്കും ആള് വിഴുങ്ങുക. അതൊക്കെ നമുക്ക് തരുന്ന ഒരു, ശരിക്കും പറഞ്ഞ ഒരു ലൈഫിലെ ലെസൺസ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൂവലിന് ഇങ്ങനെ കട്ടി കൂടി വരുന്നു. അതുപോലെ എന്താണ് നഖങ്ങളും, ഇപ്പോ ഒരു ഇരേനെ പിടിച്ചാൽ തന്നെ എന്താ അതിനെ കീറിമുറിച്ച് തിന്നാനൊന്നും പറ്റില്ല, കൊക്ക് വളഞ്ഞു. അതായത് ആൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോ ഒന്നില്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണവേദനയാണ് അത് അനുഭവിക്കാൻ പോണത്. എന്നാൽ ആ ഒരു വേദന യുവത്വത്തിലേക്ക് വരാണ്. അപ്പോ ഈ ഒരു ഈഗിൾ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു ബേർഡ്സ് എന്ത് ചെയ്യും? അവർ അതിജീവിക്കും. ഒരു 90% അതിജീവിക്കും. എങ്ങനെയായിരിക്കും അതിജീവിക്കുക? അറിയോ? അതായത് അവര് വലിയൊരു മലമുകളിൽ പോയി, അല്ലെങ്കിൽ പറഞ്ഞോളൂ. അഭിസ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ. അത് അതിന്റെ നഖങ്ങളൊക്കെ
പാറപ്പുറത്ത് വെച്ച് ഉരച്ച് കളയുന്നത് ഈ പരുന്തിന്റെ അല്ലേ സ്റ്റോറി പറയുന്നത്? ഉം. അതെ 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 അതെ. അതായത് ആള് ഇങ്ങനെ വലിയ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് പറന്നു പോയിട്ട് അവിടെ ഐ തിങ്ക് ഒരു 150 ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്യും. ആ ഒരു ടൈം എന്ന് പറയണത് വളരെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വേദനയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അതായത് അത് ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ കൊക്കുണ്ടല്ലോ അതെന്ത് ചെയ്യും, ഈ പാറയിൽ ഉരച്ച് അത് ഒടിച്ചു കളയും. നല്ല വേദനയാ. അതിനുശേഷം എന്ത് ചെയ്യും, അതിന്റെ നഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉരച്ച് അതും കളയും. അതിന്റെ ഫുള്ള് അതും ഭയങ്കര വേദന ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതിനുശേഷം കൊക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, വളർന്നു വരും അല്ലെ. വളർന്നു വന്നു കഴിയുമ്പോൾ അതിന്റെ ഈ തൂവലുകൾ എല്ലാനും പറിച്ചു കളയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു സിറ്റുവേഷൻ അത്രയും നാള് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ സഹിച്ച് ഈ ഒരു ഇത്രയും ഡേയ്സ് ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ആ ഒരു കാലം, ആ ഒരു അത്രയും ഒരു 150 ഡേയ്സോളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ദിവസങ്ങളാ. പിന്നെ 30 വർഷം അത് സേഫാ. അതായത് നേരെ യുവത്വത്തിലേക്ക് പോയി എന്നാ പറയാ. മനസ്സിലായോ? അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജീവിത പാഠാണ്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എന്തായാലും പ്രോബ്ലംസ് വരും, ഉറപ്പാണത്. എന്നാ ഈ ഒരു പ്രോബ്ലംസില് അത്രയും നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ വരുന്നത്, സക്സസ് ആണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫെയിലിയർ നമ്മൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അയ്യോ ഇനി ഞാനിവിടെ തോറ്റുപോയി എന്ന് ചിന്തിക്കലല്ല, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല. ഞാൻ അവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു ടൈമിൽ എന്ത് ലെസൺ ആണ് ഞാൻ പഠിക്കേണ്ടത്. ഓരോ ഫെയിലിയറും ഓരോ ലെസൺസ് ആണെന്നാണ് പറയാ. ആ ഒരു ലെസൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സക്സസിലേക്കുള്ള വഴി വളരെ എളുപ്പമാണ് നമുക്ക് പോവാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോറി ഞാൻ പറയാൻ കാരണം ഇത് വളരെ, അതായത് നമ്മൾ വിചാരിക്കും നമ്മളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ആണ് ഏറ്റവും വലുതെന്ന്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു പ്രോബ്ലംസ്, എന്താണ് നമുക്ക് വരുന്ന, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പിലായിരിക്കും നമ്മുടെ ലൈഫ്. ഫസ്റ്റ് ഇമോഷണൽ ആണ്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പേരും ഇമോഷണലി എന്താണ്, ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല എന്ന് പറയും. അതായത് ഇമോഷണലി അവര് മെന്റലി ഒട്ടും സ്ട്രോങ് അല്ല എന്ന് പറയും. ഒറ്റപ്പെടലും അതുപോലെ തന്നെ നിരാശ, ഇങ്ങനെ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും അവർ കടന്നു പോണത് അല്ലേ? ആണോ? Yes, yes. Yes, അതെ ma'am. മാം, അതെ അതെ. അതെ, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ കാണുന്ന ഒരു 10-50 പേരെ നമ്മൾ ദിവസം കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 20 പേരെങ്കിലും കാണുന്നുണ്ടായിരിക്കാം. അതിലൊരു 5 പേരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ കുടുങ്ങി, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നടക്കുന്ന, ഇമോഷണലി വളരെ എന്താ പറയാ ലോ ആയിട്ടുള്ള ആ ഒരു ലെവലിൽ നടക്കുന്ന ആളുകളായിരിക്കും ഇല്ലേ? ഇപ്പൊ ഞാൻ ദിവസവും കാണുന്നുണ്ട് അങ്ങനെ ഒരു 5 പേരെങ്കിലും മിനിമം എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം ഇമോഷണൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നമ്മുടെ ലൈഫ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. അത് ഏത് ടൈപ്പിലായിരിക്കാം, അത് ചിലപ്പോൾ ഒരു ഫാമിലി കോൺഫ്ലിക്റ്റോ അതല്ലെങ്കിൽ ജോബിലോ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ വരുന്നത്, ഇമോഷണലി നമ്മൾ തളർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെയും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. ആ ഒരു കഴിവിനാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഷുവർ ആണ്. കാരണം നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എക്സാം എഴുതാൻ പറ്റുമോ? ഞാൻ വളരെ സാഡ് ആയിട്ടിരിക്കുമ്പോ എനിക്കൊരു എക്സാം എഴുതാൻ പറ്റുമോ? ഒരിക്കലില്ല. കാരണം ഞാൻ എന്റെ ബെസ്റ്റ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, ഞാൻ അവിടെ ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം അല്ലെ. ഇമോഷണലി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നേരിടാൻ പറ്റും.
പിന്നെന്താ രണ്ടാമത്തെ കാര്യം എന്താ ഫിനാൻഷ്യൽ അല്ലെ. ഇമോഷണൽ കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ഫാമിലി കോൺഫ്ലിക്റ്റ് ആവാം, ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്നവർക്കാണെങ്കിൽ അതിന്റെ സ്ട്രെസ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കാം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് ഫിനാൻഷ്യൽ. അത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ലോസ് ആയിരിക്കാം അല്ലെ. ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ലോസ് ആയിരിക്കാം. ചിലപ്പോൾ അതെന്തായിരിക്കാം, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം അല്ലെ. ഇപ്പൊ കുറെ EMI ഉണ്ടായിരിക്കാം, ലോൺ ഉണ്ടായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മളവിടെ നമ്മളുടെ ലൈഫ് അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് പറ്റില്ല, എന്റെ പണമൊക്കെ പോയി, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കുറെ ലോൺ EMI ഒക്കെ ഉണ്ട്, എനിക്കതൊന്നും അടയ്ക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രോബ്ലത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. ഓക്കെ, പിന്നെ എന്തായിരിക്കും മൂന്നാമത്തെ കാര്യം, എന്തായിരിക്കും സ്പിരിച്വൽ ആയിരിക്കും. അവിടെ എന്താ സ്പിരിച്വൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇമോഷണൽ അതാണെന്ന് പറഞ്ഞു, സ്പിരിച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ പറയില്ലേ, അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, ഒരു ഫെയ്ത്ത് അല്ലെ. എന്താണ് എന്റെ ഇപ്പൊ യൂസ് എന്താണ് അല്ലെ. ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ, എന്റെ ഒരു ഫെയ്ത്ത് എന്താ ഇങ്ങനെ. അങ്ങനെ നമ്മൾ സ്പിരിച്വലി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മളുടെ ലൈഫ് ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെ നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, അതല്ലെങ്കിൽ സ്പിരിച്വലി ആയിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ അത്? അതെ Yes, മാം. clear ആണ്. ക്ലിയർ ആണ് നമ്മൾ അല്ലെ. പലപ്പോഴും ഓക്കെ, അപ്പൊ വിചാരിക്കും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഈശ്വരൻ അല്ലെ ദൈവം നമ്മളോട് ഇത് ചെയ്തത് അതെ എന്നൊക്കെ. അതെ നമുക്ക് തോന്നും. അതൊരു ലെവൽ എത്തുമ്പോൾ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആലോചിക്കാത്ത കാര്യമൊന്നുമല്ല. നമുക്കറിയാം നമ്മുടെ ലൈഫ് ഏതിലൊക്കെയോടെയൊക്കെ കടന്നു പോയിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഒരു ടൈമിലെങ്കിലും നമ്മൾ അയച്ചിട്ടുണ്ടാവും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, എന്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ വരുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാണ്ടിരിക്കില്ല, ഇല്ലേ? സോ ആ ഒരു ടൈമില് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ എന്താ ഫുൾ നെഗറ്റീവിലേക്ക് ഇങ്ങനെ നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുക. ആ ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നെഗറ്റിവിറ്റി അങ്ങോട്ട് നിറഞ്ഞു ഒഴുകാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് കയറി വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നേ മതിയാകും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ മൂഡ് എന്താണെന്ന് ഒന്ന് നിങ്ങളുടെ കയ്യിൽ കുറെ ഇമോജിസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് തോന്നണ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മൂഡ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ഇമോജി ഒന്ന് ഇടാമോ? ഹാപ്പി ആണോ, സാഡ് ആണോ? ഹാപ്പി ആണ് മാം. എനിക്കറിയില്ല, ഹാപ്പി റിയാക്ഷൻസ് വർക്ക് ചെയ്യുന്നില്ല അതാണ്. ആ ഓക്കെ ഓക്കെ എന്റെ എക്സാക്ട് ഇമോജി ഇതിൽ കാണുന്നില്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ് മാം. ഓക്കെ, സന്തോഷം. ഇങ്ങനെ ഹാപ്പി ആണെന്ന് കേട്ടതിൽ വളരെ സന്തോഷം. ഇനിയിപ്പോ മൂഡ് അതായത് സാഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്താക്കാം, ഹാപ്പി ഹാപ്പി ആക്കാം ആക്കാം. അല്ലെ. ഓക്കെ, സോ ഇതില് എന്താ പറയാ, എനിക്ക് ഈ പെയിൻ ഒന്നും അവോയ്ഡ് ചെയ്ത് തരാനൊന്നും പറ്റില്ല. ഈ ഒരു പെയിൻ അവോയ്ഡ് ചെയ്യിക്കുക എന്നുള്ളതല്ല ഈ ഒരു ക്ലാസ് അല്ലേ. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ, അങ്ങനെ ലൈഫ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു പെയിൻ വരുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് ഉയർന്നു വരാം എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ആ ഒരു പെയിൻ ഇല്ലാണ്ടാക്കാനൊന്നും നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു പെയിന് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. നമുക്കതിനെ നേരിടുക തന്നെ വേണം. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ആ ഒരു പെയിൻ വരുമ്പോൾ ആ ഒരു പെയിനിൽ നിന്ന് എങ്ങനെ നമുക്ക് എണീറ്റ് വരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉയർന്നു വരാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോണത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇമോഷണൽ ആയിരിക്കാം, സ്പിരിച്വൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ പലരും ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ബിസിനസ് ആദ്യം ചെയ്യുന്നു പക്ഷെ പൊട്ടുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും ചെയ്യുന്നു, വീണ്ടും എന്താ പറയാ അത് പോവാതിരിക്കാം, വീണ്ടും ചെയ്യുന്നു, അങ്ങനെ വീണ്ടും പൊട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കുന്ന നിമിഷത്തില് നമുക്ക് വേണ്ടത് അവിടെ എന്താണ്, നമുക്ക് അവിടെ നേരിടാനായിട്ടുള്ള മൈൻഡിനെ സ്ട്രോങ് ആക്കണം
ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ലൈറ്റത്തൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഈ ലൈറ്റ് കണ്ടുപിടിച്ചത് ആരാന്നറിയോ? ലൈറ്റിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ചത് Edison. ആ എഡിസൺ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ 100ാമത്തെ പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലൈറ്റിന്റെ ഫിലമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ അനുയായികളുണ്ട്, കുറെ പേര് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ബൾബ് ഉണ്ടാക്കി, ശരിയായില്ല. വീണ്ടും എളുപ്പമല്ലല്ലോ ഇങ്ങനെ ഒരു ഫിലമെന്റ് ഉണ്ടാക്കാന്ന് പറയുന്നതൊക്കെ. അങ്ങനെ 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യമല്ല, 10 അല്ല, 20 അല്ല, ഒരു 99ാമത്തെ പ്രാവശ്യം ആയപ്പോഴും ആളുടെ അനുയായികൾ പറഞ്ഞു, നമുക്ക് നിർത്തിക്കൂടെ, നമ്മൾക്ക് പറ്റില്ല, ഇത്ര പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടും ബൾബ് കത്തിയില്ലല്ലോ, ഫിലമെന്റ് റെഡി ആയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഈ ഒരു ലൈറ്റത്ത് ആ ഒരു ടൈം തൊട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയോ? ആരെങ്കിലും അറിയാവോ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്? അദ്ദേഹം അതിനൊരു പോസിറ്റീവ് Yes, ആറ്റിറ്റ്യൂഡിൽ എടുത്തിട്ട് ആള് പറഞ്ഞത് എന്താ? ആ I did എന്താ not fail പറഞ്ഞേ? 100 times, but I did not fail ആ 100 times, but I understood how not to work in those 100 ways യെസ്, എന്നുള്ളത്. അതെ അതെ, യെസ്, വെരി ഗുഡ് അർച്ചന മാം. അതന്നെ ആള് ചിന്തിച്ചത് എന്താന്ന് വെച്ചാ, ഈ ഒരു 99 പ്രാവശ്യവും എന്താണ് എനിക്ക് പറഞ്ഞത്? ഈ 99 രീതിയിൽ ഉണ്ടാക്കിയാലും ബൾബ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത് അല്ലെ. അപ്പോ അതിന് ഗോഡിന് താങ്ക് യു പറഞ്ഞിട്ടാണ് ആള് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ആള് ഈ ഒരു ഫിലമെന്റ് ഉണ്ടാക്കിയത്. ആ ഒരു ടൈമിൽ ആള് പറയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു 100 പ്രാവശ്യം ചെയ്തപ്പോ ഏതെങ്കിലും ഒരു ടൈമിൽ ആള് ചിന്തിക്കാണ്, എനിക്കത് പറ്റില്ല, ഇത് ഇവിടെ വെച്ച് അവസാനിക്കത്, എത്ര പ്രാവശ്യം ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ നമ്മൾ ഈ ഇരുട്ടത്തിരുന്നാണ് ആ ഒരു ടൈമില്. അതിനുശേഷം ചിലപ്പോൾ ആരെങ്കിലും കണ്ടുപിടിക്കായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ സ്മരിക്കാണ്ടിരിക്കാനൊക്കെ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഒരു കാര്യം, നമുക്ക് അതിന് എന്തൊക്കെ ഇങ്ങനെ ഒരു നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ, നമ്മൾ ഇങ്ങനെ നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ ആയിട്ട് ഒരു ആക്ടിവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് കണ്ണടയ്ക്കാവോ? കണ്ണടച്ചതിന് ശേഷം ഞാൻ പറയുന്നതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കണ്ണടച്ചതിന് ശേഷം എല്ലാവരും അടച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം കണ്ണടച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ പോവുകയാണ്. വളരെ ഇരുണ്ട് ഡാർക്ക് അടിച്ചിരിക്കുന്ന ഒരു ഗുഹ. ഓക്കെ, വെള്ളമില്ല, ഫുഡില്ല, ഒന്നുമില്ല. നിങ്ങൾ കുറെ നടന്നിട്ടും നിങ്ങൾക്ക് എന്താ പറയാ, ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. അതായത് ഞാനൊരു ഗുഹയുടെ ഉള്ളിലൂടെ അത്രയും കഠിനമായിട്ടുള്ള എന്താ പറയാ, ഇരുട്ടും അതുപോലെ തന്നെ അടിയിലാണെങ്കിൽ കല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന് നിങ്ങൾ അത്ര വയ്യാണ്ടായി, ഭയങ്കര ടയേർഡായി. പക്ഷെ നിങ്ങൾക്ക് ലൈറ്റ് ഒന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നുണ്ട്. ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നുണ്ട്. ആ വെളിച്ചത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എത്ര സ്റ്റെപ്പ് വെച്ചു എന്നൊന്ന് എണ്ണി. നിങ്ങൾ കാണുന്ന ആ ഒരു ലൈറ്റിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ടയേർഡാണ്. നിങ്ങൾ എന്താ പറയാ, അത്രയും ആഗ്രഹിക്കുന്നുണ്ട് പുറത്തേക്ക് വരാനായിട്ട്. അപ്പൊ നിങ്ങളിപ്പോ ഒരു വെളിച്ചം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു വെളിച്ചത്തിലേക്ക് എപ്പോഴാണ് നിങ്ങൾ, എത്ര അടി വെക്കുമ്പോഴാണ് നിങ്ങൾ കടക്കുന്നത്? മാം ഐസ് ഞാൻ ഓപ്പൺ ചെയ്തു 7. 7. ഓക്കെ, ഇനി ആരെങ്കിലും എത്തിയില്ലേ?
ഇത്ര അകലെയാണോ ലൈറ്റ്? 10. 10. ഒരു 4 സ്റ്റെപ്പിലേക്ക് മാത്രമേ ആ വെളിച്ചമുള്ളൂ, ബാക്കിയുള്ള ഭാഗം ഇരുട്ടാണ്. അപ്പൊ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നാൽ ആ 4 സ്റ്റെപ്പ് കവർ ചെയ്താൽ രക്ഷപ്പെടുമായിരിക്കും. ലൈറ്റിലേക്ക് എത്തും, രക്ഷപ്പെടും. ഓക്കെ. 35. 35. ഉം. ഉം. ഓക്കെ. ഇമാജിൻ ചെയ്യാനായിട്ട് നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇമാജിൻ ചെയ്താലാണ് നമുക്ക് ആ ലൈറ്റ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനത് കുറെ ട്രൈ ചെയ്ത് 2-3 സ്ഥലത്ത് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാലാണ് നമ്മൾക്ക് ആ വെളിച്ചം കാണാൻ പറ്റുള്ളൂ. ഇനി എല്ലാവരുടെയും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്താ പറഞ്ഞത്? ദാറ്റ് ലൈറ്റ് ഈസ് യുവർ. ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് നിങ്ങൾ കണ്ട വെളിച്ചം അത് നിങ്ങൾ തന്നെയാണ്. അത് ശരിക്കും റിയാലിറ്റി ആണ്. നമ്മൾ ആ ഒരു പ്രോബ്ലം ആണ് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളൊരു ഇരുട്ടത്ത് പെട്ടു, നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, ഫുള്ള് ഡാർക്കാണ്, ഡാർക്ക് സീനാണ്. ആ സീനിൽ കല്ലുണ്ട്, മുള്ളുണ്ട്, എന്താ പറയാ, ഒരു വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ടയേർഡാണ്, ഒരുപാടായി നിങ്ങൾ നടക്കണേ. അത് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു പ്രോബ്ലം ആയിരുന്നു നിങ്ങളുടെ ലൈഫില്. അവിടെ വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു, നിങ്ങളുടെ തോട്ട്സ് ആയിരുന്നു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതുപോലെ എന്തായിരുന്നു, നിങ്ങൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ചെക്കിങ് കൂടിയായിരുന്നു. അപ്പൊ ഇപ്പം 4 സ്റ്റെപ്പ് പറഞ്ഞു, 5 സ്റ്റെപ്പ്, 10 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു. ആ വെളിച്ചത്തിലേക്കുള്ള ഡാർക്ക്നെസ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. അത് വേണമെങ്കിൽ 1 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് തീർക്കായിരുന്നു, അത് വേണമെങ്കിൽ 2 സ്റ്റെപ്പിൽ തീർക്കായിരുന്നു. പക്ഷേ എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾക്കത് ഫീൽ ചെയ്തോ? നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്തു നോക്കൂ. അതായത് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരാളും വന്നിട്ട് ലൈറ്റ് അടിച്ച് തരില്ല നിങ്ങളുടെ ലൈഫിലേക്ക് കേട്ടോ. ഗുഹയിൽ അകപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് എന്നെ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചാൽ ആരും വന്ന് കൊണ്ടുപോകില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര ടൈം ആ ലൈറ്റിലേക്ക് എത്താനുണ്ട്, അല്ലെങ്കിൽ എന്തോരം ഡാർക്ക്നെസ് നിങ്ങൾക്ക് പോവാനുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ ഇത്? മാഡം പറഞ്ഞത് ക്ലിയർ ആയി. പക്ഷെ ഉം. എന്റെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തത് ഒറിജിനൽ ആ, ആയിട്ട് ഒരു ഗുഹയിൽ നമ്മൾ തുരങ്കമൊക്കെ ഉണ്ടല്ലോ യാത്ര അതെ ചെയ്യുന്നത്, അതെ. അതേപോലെ ഒരു തുരങ്കം വിഷ്വലൈസ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഉം. ഒരു ലൈറ്റ് വിഷ്വലൈസ് ചെയ്ത് അതിലേക്ക് നടക്കുന്ന ദൂരം കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, എന്തായാലും അവിടെ ആയാലും ഏതിലകപ്പെട്ടോട്ടെ, അതിപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ചെറിയൊരു ഗുഹയോ ഇപ്പൊ സാറ് പറഞ്ഞ അതോ ആയിക്കോട്ടെ, അവിടെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മൈൻഡ് അനുസരിച്ചിട്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല വളരെ അകലെ ഒരു ലൈറ്റ് കണ്ടു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ നടന്നു നീങ്ങിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് കണ്ടു. അത് തൊട്ടടുത്താവാം, അകലെ ആയിരിക്കാം. അവിടെ എത്രത്തോളം ഡാർക്ക് നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യണത്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസും. നമ്മളാണ് എത്രത്തോളം അതിനെ ഡാർക്ക് ആക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്താവും. ഈ ഒരു സ്റ്റെപ്പ് പോലും വെക്കേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ വിചാരിക്കുക, എന്താ പറയാ, എനിക്ക് എന്തു വന്നാലും നേരിടാൻ പറ്റും, ഐ ക്യാൻ എന്നുള്ള, അതായത് ഐ കാൺട്ട് എന്നുള്ളിടത്ത് ഐ കാൻ എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ എന്താ പറയാ, ഒരു 5-6 ദിവസം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഭയങ്കര ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പോവാം, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ് ആണ്. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ആ ഉണ്ടായ സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അക്സെപ്റ്റ് ചെയ്യാണ്. ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്.
അവിടെ ഗിവ് അപ്പ് അല്ല. ആ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രോബ്ലം, ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാ. ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൈസ് ആവും അത്. മനസ്സിലായോ? ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതൊരു പ്രോബ്ലം അല്ല എന്ന് വെക്കാണ്, അല്ലെങ്കിൽ ആ റിയാലിറ്റിനെ ഞാൻ എന്താണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പം നമ്മളുടെ ചില തോട്ട്സുകൾ ഉണ്ട് അല്ലെ, ഇത് നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നമ്മളുടേതായ ഒരു രീതിയിലാണ് നമ്മൾക്കൊരു വേൾഡ് ഉള്ളത്. ഓക്കെ, മറ്റൊരാൾക്ക് വേറൊരു വേൾഡ് ആണുള്ളത്. അപ്പോൾ നമ്മളുടെ വേൾഡിലൂടെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ ആ തോട്ട്സിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പൊ അതൊരു വേറൊരു പേഴ്സണെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു റിയൽ ആവണമെന്നില്ല, അതൊരിക്കലും ഒരു റിയാലിറ്റി ആവണമെന്നില്ല. ഓക്കെ, അപ്പം എന്തായിരിക്കും അതെന്റെ വെറും തോട്ട്സ് ആണ് എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു പക്ഷെ ആ ഒരു പ്രോബ്ലം മാറിയേക്കാം. ഇപ്പൊ ഞാൻ എന്താ പറയാ, കൗൺസിലിങ്ങിന് ഇവിടെ ഇന്റേൺഷിപ്പിന് പുല്ലൂര് മെന്റൽ ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ വെറും തോട്ട്സ് കൊണ്ട് തുടങ്ങിയ ഒരു വഴക്കാണ്. പിന്നീട് അത് ഡിവോഴ്സിലേക്കും അത് പിന്നെ സൂയിസൈഡിലേക്കും അങ്ങനെ വേറെ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അത് വെറും ഒരു തോട്ട്സ് ആയിരുന്നു, അങ്ങനെ സംഭവിക്കോ അങ്ങനെ സംഭവിക്കാതിരിക്കോ എന്നുള്ളത്. അത് റിയാലിറ്റി അല്ല. അപ്പൊ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനൊരിക്കലും റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു പ്രോബ്ലത്തിനെയോ അല്ലെങ്കിൽ അതിനെയോ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ട് പ്രോബ്ലം ആയിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ, എന്താ, നമുക്ക് ഈ പുറത്തുള്ള കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെതറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവരുടെ ആക്ഷൻസിനോ അവരുടെ ഫീലിങ്സിനോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെയും നമ്മുടെ ആക്ഷൻസിനെയും. അതെ അതെ, നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പോണ്ട, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു. അതായത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോ നമ്മളുടെ എന്താ പറയാ, ആ പ്രോബ്ലത്തിലുള്ള വേറെ ഒരു കാര്യങ്ങളും മാറില്ല. പക്ഷെ നമ്മൾ അവിടെ എന്ത് ഡിസിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യണോ അല്ലെങ്കിൽ അതിങ്ങനെ ഭാരമാക്കി കൊണ്ടുപോകണോ എന്നുള്ളത് ചിന്തിക്കുന്നത്. ഓക്കെ, സോ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെസിസ്റ്റ് അല്ല ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. അല്ലാതെ എനിക്ക് എന്താ പറ്റാത്ത എന്നുള്ളതിലല്ല ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ആറ്റിറ്റ്യൂഡിലും എൻ്റെ ആക്ഷൻസിലും എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ എനിക്ക് അല്ലാതെ മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കാലാവസ്ഥ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നു, ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അവിടെ എടുക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ബിന്ദു മാം ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാറുണ്ട് അല്ലെ? ഇല്ല മാം? മാം പോയോ? Yes, ചെയ്യാറുണ്ട്. ഓക്കെ, ചെയ്യാറുണ്ട്. ഓക്കെ, മാം ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നു. ഓക്കെ, അപ്പം എന്തായിരിക്കും ഇതുകൊണ്ടുള്ള ഒരു ഗുണം? ബിന്ദു മാമിന് എന്താ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്? നമുക്ക് അത് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു നോക്കാം. അപ്പൊ മൂന്നാമത്തെ കാര്യം നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടത്. എന്തായിരിക്കും അത് ചെയ്യുമ്പോൾ മാമിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? One thing is that I'm able to take things in a positive way. And I'm really ഓക്കെ, grateful each and every day. എനിക്ക് കിട്ടുന്ന ടൈമിലെല്ലാം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. That, ഒരു ചെറിയ കാര്യം നടന്നാൽ പോലും, ഈവൻ വെൻ ഐ എം ഡ്രൈവിംഗ് ദ കാർ, ആ ഒരു ടൈമിൽ ഞാൻ പോകുമ്പോഴും എനിക്ക് എപ്പോഴൊക്കെ വരുന്ന അത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ വരാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ I've realized that I have attracted a lot of positivity into my life. എനിക്കിപ്പം അങ്ങനെ നെഗറ്റീവായിട്ട് ഇരിക്കാൻ പറ്റാറില്ല അധിക സമയം. Most of the time I stay positive. I mostly feel it is because of the gratitude. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. അത് ഒച്ചത്തിൽ വിളിച്ച് പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു മാം. നമ്മുടെ വേറെ ആരെങ്കിലും
ചെയ്യാറുണ്ടോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്? മാഡം, ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വൽ ഗ്രാറ്റിറ്റ്യൂഡ് ആ ചെയ്യാറുണ്ട്. മൈൻഡിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ ഓക്കെ. ദിവസം എന്താണ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വന്നത്. പക്ഷെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയതാകാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചതാകാം, അല്ലെങ്കിൽ നല്ല ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തതാകാം, പിന്നെ എന്തെങ്കിലും പുതിയ അറിവ് പഠിച്ചതാകാം. അതെല്ലാം കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് എസ്പെഷ്യലി ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യാറുണ്ടോ? വീണ്ടും വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ലൈഫിൽ ആ കൂടുതൽ ഒരു നമുക്ക് കാര്യം ശ്രദ്ധിക്കാൻ. ചെയ്യുന്നതിലൂടെ? നമുക്ക് നെഗറ്റീവിലേക്ക് നോക്കാൻ തോന്നില്ല. ആ ഒരു ദിവസം നമുക്ക് യെസ്, കിട്ടിയേക്കുന്ന വെരി ഗുഡ്. പോസിറ്റീവ് നമ്മുടെ നെഗറ്റീവ് തോന്നില്ല. തന്നെ നമ്മൾ യെസ് യെസ്, വെരി ഗുഡ്, താങ്ക് യു സർ. ഓക്കെ, അതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ആണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ആണ്. ആ ഗാർഡനിൽ നമ്മൾ എന്ത് വിത്താണോ പാവുന്നത് അതേ മുളയ്ക്കും. അതിപ്പോ ഞാൻ നോക്കുന്നത് നെഗറ്റിവിറ്റിയിലേക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നതൊക്കെ എന്തായിരിക്കും? ഫുൾ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അല്ല, എനിക്ക് എന്താ കിട്ടുന്നത്? ഞാൻ നോക്കുന്നത് അവളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, അവരിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, അവരിൽ എന്തെങ്കിലും ഉണ്ടോ. ആ, ഇതൊക്കെ ഞാൻ എല്ലാവരിലും നോക്കുന്നത് അതാ. എന്താണോ അത് നമ്മുടെ ഒരു, പിന്നെ നമ്മുടെ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് അങ്ങനെയാണ്. ഒരു നെഗറ്റീവിലേക്ക് ഒന്ന് പോകാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോക്കും. ആരായാലും ഇടയ്ക്കെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ നോക്കി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ നമുക്കൊരു അറിവ് വെച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പാഠങ്ങളായിരിക്കാം, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയപ്പോഴായിരിക്കാം നമ്മളുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നെഗറ്റീവിലേക്ക് നോക്കാതെ ഒന്നും ഇരുന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? എന്താ? ഒരു നെഗറ്റിവിറ്റിയാ അല്ലെ? അങ്ങനെ എല്ലാവരും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? നെഗറ്റിവിറ്റിയാ. എനിക്കപ്പോ എന്നിൽ മൊത്തം എന്താ? ഒരു നെഗറ്റീവ് വൈബാണ്. എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് എന്താ? ആ ഒരു നെഗറ്റീവ് വൈബ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പം എന്റെ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ഗാർഡനില് വളരെ എന്താ പറയാ, നല്ല പൂക്കളും കായകളും ഒക്കെ വിരിയണം അല്ലെ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ള എല്ലാവരിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അവരുടെ പോസിറ്റീവിലേക്ക് നോക്കണം. അതുപോലെ നമുക്ക് ഡെയിലി ഒരു കാര്യമെങ്കിലും, അല്ലെങ്കിൽ ഒരു 5-6 കാര്യമെങ്കിലും മിനിമം ഒരു പോസിറ്റീവ് കാര്യം നടക്കാണ്ടിരിക്കില്ല. അത് നമ്മളൊന്ന് എഴുതി വെക്കുക. അതിപ്പോ രാവിലെ എഴുതി വെക്കാം, അതല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, എനിക്കൊരു നല്ല ഫുഡ് കഴിച്ചാൽ മതി. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഒരു നല്ല ഫുഡ് കഴിച്ചാൽ അത് കിട്ടാത്ത എത്ര പേര് മരിക്കണേന്ന് അറിയോ? ഓരോ 30 സെക്കൻഡിലും എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു എന്താ പറയാ ഫുഡിന്റെ. നിങ്ങളൊന്ന് അതിന്റെ റിസർച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഇവിടെയല്ല, കേരളത്തിലല്ല, ഇന്ത്യ പുറത്തൊക്കെ ആയിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോസിറ്റീവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ മാതിരി നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പിന്നെ തോന്നില്ല. ഞാൻ എപ്പോഴും എന്താണോ ഞാൻ എന്റെ ഹാബിറ്റ് ആക്കി മാറ്റുന്നത് അതായിരിക്കും ഞാൻ ഈ ലൈഫ് ലോങ് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെയും എനിക്ക് എന്താണ് വരുന്നത്? ഞാൻ പോസിറ്റീവ്, അതായത് ഞാനിപ്പോ എഴുതി വെച്ചു എനിക്കൊരു നല്ല ഫുഡ് കഴിക്കാൻ പറ്റി, എനിക്കൊരു നല്ല ഒരു കൂട്ടുകാരിനെ കിട്ടി, അല്ലെങ്കിൽ എനിക്കൊന്ന് ബസ്സിൽ പോയപ്പം ഒരാളുടെ പുഞ്ചിരി കൊണ്ടു, എനിക്കായാലും അതൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വലിയ മാറ്റമായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പറ്റുക. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ സ്ലീപ്പ് ഇംപ്രൂവ് ആവും എന്നാണ് പറയുന്നത്. സൈക്കോളജിക്കൽ ഹെൽത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് പറ്റും. സോ എല്ലാവരും ഒരു 3 കാര്യമെങ്കിലും മിനിമം നന്ദി പറയാൻ ശ്രമിക്കുക. പിന്നീട് അത് 4 ആക്കുക. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നന്ദി പറയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് നന്ദി പറയാനുള്ള അവസരം ദൈവം തരും. ഇനി എന്താണ്? സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് എനർജി. അതായത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകൊടുക്കും കല്യാണം ഉണ്ടൊരു നമ്മളൊരു സംഭവം പഠിച്ചിട്ടില്ലേ? അല്ല, പഠിച്ചില്ല, കേട്ടിട്ടില്ലേ? അതെ കേട്ടിട്ടുണ്ടോ ആ ഒരു മാം, സംഭവം? ആ, കേട്ടിട്ടുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം മുണ്ടൊരു സൗരഭ്യം. ആ, യെസ്. ആ ഒരു കാര്യം എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു നെഗറ്റീവ് ഒരു സറൗണ്ടിങ്സിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് അത് ഇൻഫ്ലുവൻസ്ഡ് ആവും അല്ലെ? ചിലപ്പം ആ ഒരു പേഴ്സന്റെ അതിപ്പോ നമ്മളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഫുള്ള് നമ്മളെ എന്താ പറയാ താഴ്ത്തുകയാണ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നിരിക്കുക, അപ്പൊ നമ്മൾ ആ പേഴ്സന്റെ അടുത്ത് പോകുമ്പോൾ ആ പേഴ്സൺ അത് പറ്റില്ലടാ, നിന്നെ കൊണ്ട് അത് സാധിക്കില്ല, ഇത് അങ്ങനെ തന്നെയാ, ഇതിൽ കൂടുതൽ പ്രോബ്ലം ആവുള്ളൂ, അങ്ങനെ പറഞ്ഞ് നമ്മൾ വീണ്ടും നെഗറ്റീവിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ നമുക്ക് വേണ്ടത് എന്താ? നമ്മളെ ആ ഒരു
നെഗറ്റീവിലേക്ക് പോകണ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് പകരം നമ്മൾ വീണ്ടും നെഗറ്റീവിലേക്ക് താഴ്ത്തി വിടണ ഒരു പേഴ്സണെ അല്ല നമുക്ക് വേണ്ടത്, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ആ ടൈമിൽ ആ ഒരു സറൗണ്ടിങ്സിനെ പരമാവധി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ മാറി നിൽക്കാൻ ശ്രമിക്കുക. അവരിൽ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ അവർ മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പതിയെ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ എന്തായാലും ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാണോ നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് വരുന്നത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൊത്തത്തിൽ ഒന്ന് മാറ്റാം. എന്നിട്ട് എവിടെയൊക്കെ ആക്കാം, കൂടുതലും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിലേക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പേഴ്സൺ ഇല്ല, സോ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ പോസിറ്റിവിറ്റി ആക്കാലോ. എങ്ങനെ? നല്ല ബുക്കുകൾ വായിക്കാം, അല്ലെ? എങ്ങനെയൊക്കെ നമുക്ക് നമ്മളിൽ ഇപ്പൊ അങ്ങനെ ഒരു പേഴ്സൺ നമുക്ക് പോസിറ്റിവിറ്റി തരാനില്ല, പക്ഷെ നമ്മളിൽ പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാം? എങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് എങ്ങനെ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാം? As you said, through reading books, meditation, listening to good music. യെസ്, താങ്ക് യു ബിന്ദു മാം. അതെ, നമുക്കൊരു നല്ല മ്യൂസിക് കേൾക്കാം, അല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രാവിലെ വേണമെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വൈകിട്ട് വേണമെങ്കിൽ, ഇപ്പൊ നമുക്ക് അങ്ങനെ ഭയങ്കര പ്രോബ്ലത്തിലൊക്കെയാണ്, ഒന്ന് എന്താ പറയാ, അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വീണ്ടും സ്ട്രെസ്ഡ് ആവാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു, ഒരു ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മൈൻഡിനെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. വേറൊരാൾ വന്ന് മാറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. സോ ആ ഒരു സറൗണ്ടിങ്സ് മാക്സിമം പോസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. അത് അങ്ങനെ ഒരാൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, നമ്മൾ തന്നെ ഈ പറഞ്ഞ മാതിരി ബുക്ക് വായിക്കുകയോ അതല്ലെങ്കിൽ മെഡിറ്റേഷനോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, നല്ല മ്യൂസിക് കേൾക്കുകയോ, നമുക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അത് ചെയ്യാം. ഓക്കെ, പിന്നത്തെ കാര്യമാണ്, കഴിഞ്ഞത് എന്താണ് കഴിഞ്ഞു, അല്ലെ? അതായത് ഈ ഒരു ടൈമും കടന്നു പോകും. ഇപ്പം ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ രണ്ടുപേര് ഒരു ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് ആരോ പറഞ്ഞു തന്നതാണ് കഥ. അപ്പൊ ഞാനിപ്പോ ഇത് കണ്ടപ്പോഴാണ് ആലോചിച്ചത്. ഇങ്ങനെ ഒരാൾക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടി, ഒരാൾ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പൊ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഗുഹയുടെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്, ഈ സമയവും കടന്നു പോകും. പക്ഷെ അതൊരു എന്നോട് ചോദിച്ചത് ഒരു കുസൃതി ചോദ്യമായിട്ട് എന്നോട് ചോദിച്ചേ. അതായത് സന്തോഷിക്കുന്ന ആൾക്ക് കണ്ടപ്പോൾ സങ്കടവും സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്ക് സന്തോഷവും തോന്നിയ ഒരു വാചകം പറയാൻ പറ്റുമോ? അങ്ങനെയാണ് എന്നോട് ചോദിച്ചത്. ഒരു കഥ പോലെ പറഞ്ഞിട്ട് ഒരു കടങ്കഥയായിട്ട് ചോദിച്ചതാ. അപ്പോ അവിടെ എന്താണ്, സന്തോഷിക്കുന്ന ആൾക്ക് സങ്കടം വരുന്നതും സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്ക് സന്തോഷം വരുന്നതുമായിട്ടുള്ള ഒരു സെന്റൻസ്. മാം, ഇത് അക്ബർ ചക്രവർത്തിയുടെ സദസ്സില് ബീർബൽ അതെ അതെ എഴുതി വെച്ചു. എനിക്കത് കറക്റ്റ് ആയിട്ട് ഓർമ്മ, പക്ഷെ എന്നോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാ ചോദിച്ചത്. അപ്പൊ ഞാൻ അത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതെ, എനിക്ക് കുറെ നാൾക്ക് മുമ്പ് വിഷമിച്ചിരിക്കുമ്പോഴും സന്തോഷമായിട്ടിരിക്കുമ്പോഴും കാണാൻ കണ്ണിന് ഇമ്പം തോന്നുന്നതും മനസ്സിന് ആശ്വാസം തരുന്നതുമായ എന്തെങ്കിലും ഒരു കോട്ട് പറയാൻ പറയുമ്പോ ബീർബൽ അത് അവിടെ എഴുതി വെക്കുന്നതാണിത്. ഓ അങ്ങനെയാണല്ലോ അതിന്റെ കഥ. ഓക്കെ, അപ്പം ആ ഒരു കഥയിൽ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും? ആ ഒരു സമയവും കടന്നു പോകുന്നല്ലേ അവിടെ എഴുതി വെക്കുന്നത്, അല്ലെ? ഈ ഒരു സമയവും കടന്നു പോകും, അല്ലെ? അങ്ങനെയല്ലേ എഴുതുന്നത്? അതെ അതെ, ഈ സമയവും കടന്നു പോകും. അതെ. ഓക്കെ, അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരും, പക്ഷെ ഇതാണ് നമ്മുടെ അവസാനം, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാത്രം ഒരു ടെമ്പററി ആണ്. അതെന്ത് ചെയ്യും, അത് കടന്നു പോകും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ഒരു എപ്പോഴും നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല, നമുക്ക് ഇങ്ങനെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിരിക്കാം, പറയാൻ പറ്റില്ല. സോ എന്തായാലും നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റിയാലിറ്റി ആണ്. ഒരാളും എന്താ, അതൊരു ട്രൂത്ത് ആണ്, അതെനിക്ക് പറയാണ്ടോ ഇരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും, അതില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രോബ്ലം വരുമ്പോൾ അതൊരു റിയാലിറ്റി ആണ്, അതൊരു ട്രൂത്ത് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് എൻ്റെ ഒരു അവസാന നിമിഷം എന്ന് ചിന്തിക്കാതെ, ഇത് എനിക്കൊരു ലെസൺ ആണെന്ന്, അല്ലെങ്കിൽ ഇത് എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്ത അവിടെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കിത് ചിലപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ഞാൻ തോറ്റു പോയേക്കാം, എനിക്കൊരു എക്സാം എഴുതി തോറ്റു, ഓക്കെ, പക്ഷെ എന്താ, അടുത്തൊരു ടൈമിൽ എനിക്ക് ജയിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഓക്കെ, ഇതോടുകൂടി എൻ്റെ ലൈഫ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ
സക്സസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്നതാണ് അടുത്തൊരു ടെക്നിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ളതല്ല, എന്താണ് റിയാലിറ്റി എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ, നമ്മൾ ഫോക്കസ് ചെയ്യുക. എനിക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? ഈ മെയിൻ ആയിട്ട് നമ്മുടെ പ്രശ്നം എന്താന്ന് പറയും, 3 കാര്യങ്ങളാ. ഒന്ന്, ഒരു നമ്മൾ കൂടുതൽ നമ്മളുടെ നെഗറ്റീവിലേക്ക്, എന്താണ് റോങ് ലൈക്ക് ഒരു നല്ല കാര്യം, നാളെ ഒരു കല്യാണം നടക്കാൻ പോവാ നമ്മുടെ വീട്ടുകാര്യങ്ങൾ, പക്ഷെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അല്ല ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവാൻ പോവാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കും അയ്യോ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ്, അപ്പോഴേക്കും നമ്മുടെ തോട്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇവിടെ ഒരു നല്ല കാര്യമാണ്, യെസ്, അത് പ്രശ്നമാണ്. നമ്മൾ എന്തിനാണ് ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത്? നമുക്ക് അവിടെ നാളെ കല്യാണം, ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട്, എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ അതിലെങ്കിൽ എന്ത് നെഗറ്റീവ് വരാം എന്നായിരിക്കും ആദ്യം ചിന്തിക്കുക അല്ലെ? അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു തോട്ട്സ്, അതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ കമ്പാരിസൺ. എനിക്കറിയാം എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അവര് വേറൊരു മനുഷ്യനാണ്, ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിയിലാണ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ഓ അവന്റെ ലൈഫിൽ ഒരു പ്രോബ്ലംസ് ഇല്ല, എന്റെ ലൈഫിൽ മാത്രമേ പ്രോബ്ലംസ് ഉള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവൻ എല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തുണ്ട് എന്ന് നോക്കുന്നത് കൂടുതൽ അവൻ എന്തുണ്ടെന്ന് നോക്കല. ഓക്കെ, അപ്പൊ അവിടെ കമ്പാരിസൺ വന്നു. പിന്നെ എന്തായി, ഇത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, പിന്നെ അവിടെ നെഗറ്റീവ് ടോക്ക് ആയി. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ആ നെഗറ്റീവിലേക്ക് വീണ്ടും താഴുള്ളൂ. അപ്പം റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ എനിക്ക് എന്ത് പറ്റും എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. എനിക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ എനിക്ക് എന്താ പറയാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഫോക്കസ് ചെയ്താൽ അതെന്നെ സംഭവിക്കുള്ളൂ. ഓക്കെ, അതായത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റില്ല ഉറപ്പായിട്ടും. പിന്നെ എല്ലാവരും ഒരു രാവിലെ ആകുമ്പോൾ ഒരു 3 കാര്യമെങ്കിലും എന്താ പറയാ, എഴുതി വെക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മൈൻഡിലെങ്കിലും നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. അതിന് ഒരു താങ്ക് യു പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സറൗണ്ടിങ്സ് എപ്പോഴും എന്താ പറയാ, നെഗറ്റീവ് സറൗണ്ടിങ്സിൽ നിന്ന് പരമാവധി മാറുക. അവിടെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അത് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. വേറൊരാൾ വന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മനസ്സിൽ ഒരു കാര്യം വിചാരിക്കുക, നമ്മളുടെ മുമ്പുണ്ടായ നമ്മൾ വിജയിച്ചു വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ. അവിടെ നമ്മളപ്പോ എന്തായി, നമുക്ക് ഒരു കഴിവില്ലാത്തവരെ, പക്ഷെ നമ്മൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ്, ഓക്കെ, അതൊന്നും അല്ല നമ്മൾ ആലോചിക്കുന്നത്. ഓ ഇപ്പൊ ഒരു പ്രശ്നം വന്നു, ഇതെനിക്ക് പറ്റില്ല, ഇതെനിക്ക് എന്തായാലും നേരിടാൻ പറ്റില്ല, അങ്ങനെ ഒരു ചിന്തയെ വരാം. പക്ഷെ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു പോകുമ്പോൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത് അതിനെ നമ്മൾ ഓവർകം ചെയ്ത് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിജയിച്ചു വന്ന ആ കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ഒന്നും അല്ലാണ്ടാവാണ് നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ. അപ്പം നമ്മളത് ആലോചിച്ച് വെക്കണം. നമ്മൾ ഇത്രയും ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പ്രോബ്ലംസ് നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് അറിയോ? വേൾഡിൽ തന്നെ യെസ്, ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ സ്പീക്കർ ആണ്. നിക്ക് അല്ലേ? ആരോ പറഞ്ഞല്ലോ, നിക്കാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി അറിയാവോ? അറിയാം. അറിയാം. ഓക്കെ, നമ്മളൊക്കെ ഇപ്പം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണ്. അപ്പം വളരെ എന്താ പറയാ, അദ്ദേഹത്തിന് ജനിച്ചപ്പോൾ തന്നെ കയ്യൂല കാലുമില്ല. സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ ചിന്തിക്കുക, എനിക്ക് കയ്യൂല കാലുമില്ല, പിന്നെ എനിക്ക് എന്ത് കാണിക്കാനാ, ഞാനിനി എന്നെ കൊണ്ടൊന്നും ഈ ലോകത്തിനൊന്നും പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കയ്യും തന്നില്ല ദൈവം, എനിക്ക് കാലും തന്നില്ല എന്നൊക്കെ ചിന്തിച്ച് ആകെ ഡൗൺ ആയി. ഓക്കെ, ഇതുപോലെ തന്നെ ആളും കടന്നു പോയായിരുന്നു. ആളുടെ 10ാമത്തെ വയസ്സിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താൻ പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ഒരു ടൈമിലാണ് ആള് തിരിച്ചറിയുന്നത് എനിക്കും എന്തൊക്കെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ലെ?
നിങ്ങൾക്ക് സ്റ്റോറി അറിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. എങ്കിൽ ഇത്രയും വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. അപ്പൊ കുറവുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, അവരുടേതായ കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്യാതെ എന്തെനിക്ക് എന്നിലുള്ള പോസിറ്റീവ് എന്താണെന്ന് നോക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയത്, അങ്ങനെ ഒരു പൊസിഷനിൽ എത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. ഈ ഒരു പേഴ്സണെ അറിയായിരിക്കും. Rhonda Byrne. ഏതാ? Rhonda Byrne. നമ്മുടെ ഹാരി പോട്ടർ Oh, Harry അല്ല. Potter. J.K. Rowling. യെസ് യെസ്. അപ്പോ ആളുടെ ഒരു കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. അതും എന്താ പറയാ, അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ 12 പ്രാവശ്യം ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോയപ്പോ ആ പബ്ലിഷ് ചെയ്യാൻ എന്താ പറയാ, ഈ ഒരു പബ്ലിഷേഴ്സ് റിജക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു പ്രാവശ്യമല്ല, ആളുടെ ഒരു ചെറുപ്പകാലം തൊട്ടിട്ട്, ആളുടെ യൗവനത്തിലായിക്കോട്ടെ കൗമാരത്തിലായിക്കോട്ടെ, എന്താ പറയാ, ആളുടെ ആ ഒരു ചെറുപ്പകാലം തൊട്ട് ഇനിയിപ്പോ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും പ്രോബ്ലംസ് മാത്രം ഫേസ് ചെയ്തിട്ട് വളർന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു ഫോട്ടോയിൽ ഇരിക്കുന്നത്, റൗളിംഗ്. അപ്പോ ആള് പണ്ട് തൊട്ടേ എഴുതായിരുന്നു. 17-ാമത്തെ വയസ്സിൽ ആളെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ആള് പിന്നെ ഒരു 24-ാമത്തെ വയസ്സൊക്കെ ആയപ്പോ ആളുടെ അമ്മ മരിച്ചു. ആൾക്ക് ആകെ ഉണ്ടായ അമ്മ മരിച്ചു. അപ്പൊ ആൾ ആ ഒരു ടൈമിൽ എഴുതി തുടങ്ങിയത്. 28-ാമത്തെ വയസ്സിൽ ആൾ എന്ത് ചെയ്തു, മാരേജ് ചെയ്തു ഒരാളെ. പക്ഷെ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും വീണ്ടും ആള് ഡിവോഴ്സ് ആവാണ് 32-ാമത്തെ വയസ്സിൽ. ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ കടുത്ത ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ, കുറെ ഹോട്ടലിലൊക്കെ പണിയെടുക്കാൻ പോകേണ്ടി വന്നു. എങ്കിലും അവിടെ വെച്ചിട്ടും ആള് എടുത്ത് അവസാനിപ്പിച്ചില്ല, എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്ക് എഴുതിയ ആ ഒരു ഇത് പ്രിന്റ് എടുക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആള് കൂട്ടിവെച്ച് കുറച്ച് പ്രിന്റ് ഒക്കെ എടുത്ത് എന്താ പറയാ, ഇങ്ങനെ അയച്ചു കൊടുത്തു. ഇത്രയും ഇതിലൂടെ കടന്നു പോയതാണ്. അപ്പൊ ആള് വിചാരിച്ചു പബ്ലിഷ് ചെയ്യുമെന്നുള്ള രീതിയിലിരുന്നു. ബട്ട് എന്ത് ചെയ്തില്ല, അവിടെയും ഈ ഒരു 12 സ്ഥലത്തും പബ്ലിഷേഴ്സും അത് അക്സെപ്റ്റ് ചെയ്തില്ല. എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. അങ്ങനെയാണ് പിന്നെ 13-ാമത്തെ ആ ഒരു ഇതിലായിരുന്നു എന്ത് ചെയ്തത്, അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ചരിത്രം നേട്ടം തന്നെയായിരുന്നു അല്ലെ. 500 മില്യൺ കോപ്പീസ് ആണ് ആളുടെ വിറ്റുപോയത്. പിന്നെയാണ് ഇപ്പൊ വേൾഡിലെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു ഓഥറും കൂടിയാണ് ഈ റൗളിംഗ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഒക്കെ ലൈഫ്, ഇങ്ങനെ ഒരുപാട് പേരുടെ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന ആ പ്രോബ്ലംസ് ഒക്കെ അവര് മറികടന്നത് കൊണ്ടാണ്, അതിജീവിച്ചത് കൊണ്ടാണ് അവർക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയത്. എപ്പോഴെങ്കിലും ആ ഒരു ആളും എന്താ പറയാ, അമ്മ മരിച്ചതിന് ശേഷം ഡിവോഴ്സ് ആയ ടൈമിലൊക്കെ എന്താ പറയാ, ആള് ഈ ഒരു ഇത് എഴുതണ സമയത്തും ആളുടെ ടോക്കിൽ പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ച ഒരു നിമിഷം. അതിപ്പോ ഏതൊരു പേഴ്സൺ ആയാലും ചിലപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിപ്പോ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയാ, ഇതിൽ നിന്നൊരു ഒളിച്ചോട്ടം എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നതാണ് ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത്. എന്താ പറയാ, കാണിക്കുന്ന ധൈര്യം, അത് ജീവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ നേരിടാൻ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത്, ചെറിയ കുട്ടികളടക്കം ചെറിയ കാര്യങ്ങൾക്കാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെ. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഒരു പരിധി വരെ. സോ ഈ നമ്മളുടെ മുമ്പിലുള്ള ഒരുപാട് പേര് നമുക്ക് റോൾ മോഡൽസ് ഉണ്ട്. അതായത് ലൈഫില് പ്രോബ്ലംസ് വരാതെ അല്ല അവര് ഫേമസ് ആയതും അല്ലെങ്കിൽ അവര് ആ ഒരു പൊസിഷനിൽ എത്തിയതും. ഒരുപാട് പ്രോബ്ലംസിനെ നേരിട്ടത് കൊണ്ട് മാത്രമാണ് എന്തായത്, അവർ ആ ഒരു സക്സസിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കും പ്രോബ്ലംസ് ദൈവം തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സക്സസിലേക്ക് ആക്കാനുള്ള ഒരു എന്താ പറയാ, നിങ്ങൾക്കുള്ള ഒരു വഴിയായിട്ടോ, അല്ലെങ്കിൽ അത് എന്തായാലും എനിക്ക് കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്, ഞാനത് ഓവർകം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, എന്റെ സക്സസ് വളരെ അകലെയല്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ സ്റ്റേ പോസിറ്റീവ് ആയിട്ടിരിക്കാം എന്നുള്ളതായിരുന്നു. ആ ഒരു സ്റ്റേ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമ്മൾ കടന്നു പോകണം എന്നും, അതുപോലെ നമ്മളുടെ മുമ്പിലുള്ള, അതായത് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ഇതിൽ നിന്നും നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എന്തുണ്ടാവും,
പ്രോബ്ലംസിന് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമുക്ക് ആ ഒരു പ്രോബ്ലം വരുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെ നമുക്ക് നേരിടാൻ പറ്റും. നമ്മുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്. ഓക്കെ, ഈ ഒരു തോട്ട്സ് എന്താ പറയണെന്ന് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണോ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഒരു 2-3 സെന്റൻസിൽ. അപ്പം എല്ലാവരും ആ ഒരു പോസിറ്റിവിറ്റിയിൽ ഇരിക്കാനായിട്ട് പറ്റട്ടെ എന്നും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, എന്താ ഈ ഒരു സമയം കടന്നു വരും. ഇതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെയും ഒരു വലിയൊരു സ്റ്റോറീസ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ എന്താ പറയാ, നമ്മളൊക്കെ ഇപ്പൊ കുറെ സ്റ്റോറീസ് ഇപ്പൊ പറയുന്നുണ്ട്. ആ സ്റ്റോറീസ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും അത്രയും പ്രോബ്ലംസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അല്ലെ. അപ്പം ആ ഒരു പ്രോബ്ലംസിനെ അവര് ഓവർകം ചെയ്തപ്പോഴാണ് അവരുടെ ഒരു ബിഗ് സ്റ്റോറി ആയിട്ട് മാറിയത്. അത് ഓരോരുത്തർക്കും മോട്ടിവേഷൻ ആയിട്ട് മാറിയത്. സോ എന്താ ഇപ്പോ ഉള്ളത് എന്ത് മാത്രമാണ്, വെറും ടെമ്പററി ആണ്. ഇത് കടന്നു പോവും. ഇനി വരാനിരിക്കുന്നത് നല്ല കാലമാണ് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവർക്കും പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അതിൽ നിന്ന് ഉയർന്നു വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ബിംബിൾ അക്കാദമിക്കും എൻ്റെ ഫൈസൽ സാറിനും അർച്ചന മാമിനും ജാസ്മിൻ മാമിനും അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, ആക്റ്റീവായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഹലോ, താങ്ക് യു മാം. ഫസ്റ്റ് ഓഫ് ഓൾ മാഡം നല്ലൊരു ടോപ്പിക് ആയിരുന്നു ഇന്ന് എടുത്തത് തന്നെ. ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ നെഗറ്റീവ് പീപ്പിൾസായിട്ട് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തതെന്ന് പറയുന്നത്, നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന റിസൾട്ടും അതേപോലെ ആകുന്നു എന്ന് മാഡം ഉദാഹരണ സഹിതം മാഡം പറഞ്ഞു തന്നു. എൻ്റെ റിയൽ ലൈഫിൽ ഞാനത് എന്താ പരീക്ഷിച്ചിട്ടുള്ളതാണ്, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് നാൾ മുമ്പൊക്കെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു നെഗറ്റീവ് സറൗണ്ടിങ്ങിലായിരുന്നു ഞാൻ ജോലി ചെയ്ത് വന്നത്. അതിൽ നിന്നും മാറി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈഫിൽ സക്സസ് ആക്കി എടുക്കാൻ സാധിച്ചു. അപ്പം മാഡം ഇന്ന് ആ പറഞ്ഞ പോയിന്റ് വളരെയധികം എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടും മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ടാസ്കുകളും തന്ന് ഞങ്ങളൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് കൂടിയായിട്ട് മാഡം ഇന്ന് ഈ ഒരു ടോപ്പിക് അവതരിപ്പിച്ചത്. അതും എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റുകളൊക്കെ കൃത്യ ടൈമിൽ തന്നെ ഉൾപ്പെടുത്തി ഒരു പോയിന്റ് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് മാഡം പ്രസന്റ് ചെയ്തു. സ്പെഷ്യലി താങ്ക് യു മാഡം ഈ ഒരു ടോപ്പിക് എടുത്തതിനും അത് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനും. ഓക്കെ, താങ്ക് യു സർ. Hi, Sona. It was a beautiful topic, as the person said. നല്ലൊരു ടോപ്പിക്കാണ്, എല്ലാവർക്കും എന്നും ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ്. ബിക്കോസ് വി ഓൾ ഗോ ത്രൂ പ്രോബ്ലംസ് എവ്രി ഡേ അല്ലേ. എല്ലാ ദിവസവും ഒരേപോലെ, ഇന്നൊരു പ്രോബ്ലം നാളെ വേറൊരു പ്രോബ്ലം. സോ സംതിങ് ഓർ ദി അതർ, ആസ് ലോങ് ആസ് വി ആർ അലൈവ്, ദർ സംതിങ് ഓർ ദി അതർ ദാറ്റ് കീപ്സ് കമ്മിങ് ഇൻ അവർ ലൈഫ്. സോ ഇത് നമ്മൾ സ്റ്റേ പോസിറ്റീവ് എന്ന് പറയാം. ദർ ആർ ടൈംസ് വെൻ വി ലൈക്ക് നമ്മളെല്ലാം ട്രെയിനേഴ്സോ കോച്ചസോ ഒക്കെ ആണ്, നമ്മൾ മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് വി ഓൾസോ സംടൈംസ് ഫേസ് ദ സെയിം തിങ്. നമ്മളും നെഗറ്റീവ് ആവാറുണ്ട് ചില സിറ്റുവേഷൻസിലൊക്കെ. ബട്ട് ദെൻ ഈ ടീച്ചിങ്സ് എല്ലാം some way or the other has helped us to remain positive in all those അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമ്മളെ പോസിറ്റീവ് ആവാനായിട്ട്, നെഗറ്റീവ് ആയി പോയെങ്കിൽ തന്നെയും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി as we said gratitude, ആ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ഇല്ലാത്ത കാര്യം ഫോക്കസ് ചെയ്യാതെ ഉള്ളത് നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് അല്ലേ. So that was such a beautiful topic, and you have given total justice to it, and keep going. Thank you so much. താങ്ക് യു ബിന്ദു മാം. ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഹലോ മാം,
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കൂടുതൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും കൂടുതൽ നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ചു. നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തെടുത്ത് ഇനി ഒന്നുകൂടെ ഒന്ന് തുടങ്ങണം എന്നൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാനായിട്ട് മാമിന് കഴിഞ്ഞു. വളരെ ഉദാഹരണങ്ങളും ടാസ്കുകളും ഒക്കെ മാം പറഞ്ഞു. ഇപ്പം ഇതുപോലെ തന്നെ എനിക്കും ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, എല്ലാവർക്കും അറിയാം KFC അല്ലെ? ആ ഒരു വ്യക്തിയുടെ കഥ എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കഥയെന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായും ഭയങ്കര കഷ്ടപ്പാടിൽ കൂടിയാണ് അദ്ദേഹം എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അവസാനം ഒരു വളരെ പ്രായമായ ഒരു ഏജിലാണ് പുള്ളി ഒരു KFC എന്നൊരു പേരും അതുപോലെ ഇന്ന് ലോകം മൊത്തം അറിയുന്ന ഒരു സംഭവമാക്കി മാറ്റിയത്. എല്ലാത്തിന്റെയും പിന്നിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഈസി അല്ല. നമുക്ക് പലതും പറയാൻ കഴിയുമെങ്കിലും ഇച്ചിരി നമ്മൾ ഇപ്പം തന്നെ നമ്മൾ സ്വർണത്തിന് അതിന്റെ കഥ പറയാനുണ്ടെങ്കിൽ ഭയങ്കരമായ സ്റ്റേജിൽ അടിയും ഇടിയും തീയിലും എല്ലാം പോകാണ് അത് തിളക്കം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മാം പറഞ്ഞ തിളക്കം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതവും തിളക്കമാവത്തുള്ളൂ. ഇപ്പം അതുപോലെ പറഞ്ഞ സറൗണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ കാര്യം, ഞാൻ റൂമൊക്കെ ആണെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് കിട്ടാൻ എന്നും ഒരു മാസം ആണെങ്കിൽ ഞാൻ എല്ലാവരും ടേബിൾ അവിടെ നിന്ന് മാറ്റി അപ്പുറത്തെ സൈഡിൽ വെക്കും, കട്ടിൽ പിടിച്ച് കാരണം വീണ്ടും കയറി വരുമോ ഞാൻ വേറൊരു ലോകത്താണല്ലോ, വേറൊരു സ്ഥലത്താണല്ലോ എന്ന് എനിക്ക് അത് ഭയങ്കരമായ എനർജിയും സന്തോഷമാണ് എനിക്ക് തരുന്നത്. എന്നും ഒരേ സ്ഥലത്തെല്ലാം ഇരിക്കാൻ നേരത്ത് നമുക്കൊരു ബോറ് പോലെ തോന്നും. എന്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ, എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെ തോന്നുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ വീടായാലും എന്റെ റൂം ആയാലും എല്ലാം മാറ്റി ഓർഗനൈസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ നേരത്ത് തന്നെ അത് ഞാൻ പറഞ്ഞത്, ചില സാഹചര്യങ്ങളും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇപ്പൊ മാം കുറെ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിക്കേ, പലരും പല സ്ട്രഗിൾസും വളരെ നന്നായി മാനേജ് ചെയ്ത് പോകുന്നവരുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് നോക്കാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഡിസബിലിറ്റി ഉള്ളവരൊക്കെ ചിലപ്പോൾ അവർ ജീവിതത്തിന്റെ പകുതി ഭാഗങ്ങളിൽ വെച്ചായിരിക്കും അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നവരുണ്ട്. ഈ ഇടയ്ക്ക് ഞാനൊരു റിയൽ സ്റ്റോറി, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു വ്യക്തി സൗദിയിലായിരുന്നു. സൗദിയിൽ വെച്ചൊരു ആക്സിഡന്റിലായി 2 കാലും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് കഴിഞ്ഞിട്ട് പുള്ളി നാട്ടിൽ വന്നു. പുള്ളി കല്യാണം കഴിക്കാനായിട്ട് സാധിച്ചു. അത് തന്നെ വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് പുള്ളി അതിൽ പറയാം. അത് കഴിഞ്ഞ് പുള്ളി അതുവരെ ജീവിതത്തിൽ എഴുതാൻ അറിയുന്ന പോലും പുള്ളി മനസ്സിലാക്കിയിട്ടില്ല. ആ സ്കില്ലുണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെ പുള്ളി പാട്ടുകൾ എഴുതുവാനും ക്രിസ്തീയ പാട്ടുകളൊക്കെ എഴുതുവാനും അങ്ങനെ പുള്ളി ഭയങ്കര ഫേമസ് ആയി. ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഉയരാൻ പറ്റത്തില്ല. നമ്മൾ ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയൊരു മാറ്റവും ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റം കൊണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ക്ലാസ് ഞാൻ ഇതെല്ലാം മറന്നുപോയിരുന്ന കാര്യമാണ്, പക്ഷെ ഇതൊക്കെ ചിന്തിപ്പിച്ചത് മാമിന്റെ ഈ ക്ലാസ് കൊണ്ടാണ്. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മാറാൻ കഴിയുമെന്ന് ചിന്തിപ്പിച്ചതിന് വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സാർ. അതുപോലെ നമ്മുടെ ഇതുപോലെ തന്നെ ഒരു കുപ്പിയാണ് ആ ഒരു ഇതിലേക്ക് ഇപ്പൊ കാണുന്ന ആ ഒരു ബ്രാൻഡിലേക്ക് എത്തിച്ചേർന്നു തന്നെ. ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ ഇങ്ങനെ കിട്ടിയത്. മാം കേട്ടില്ല, എന്താണ് പറഞ്ഞത്? ബ്രേക്ക് ആയി വോയിസ് ബ്രേക്ക് ആയി പോയി സോന മാം. വോയിസ് ബ്രേക്ക് ആയി. അതെ, കൊക്കക്കോള കൊക്കക്കോളയുടെ ബ്രാൻഡ് ആക്കിയത് ആദ്യം അവര് ഇറക്കി കഴിഞ്ഞപ്പോ ഒരു കുപ്പിയാണ് വിറ്റ് പോയതെന്ന് ആ കഥ അറിയായിരിക്കുമല്ലോ. ഒരു കുപ്പിയാണ് അവരുടെ ആദ്യം വിറ്റ് പോയത്. പിന്നെ എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന ഇപ്പൊ എത്ര കുപ്പിയാണ് ദിവസം വിറ്റ് പോണേന്നുള്ളത് ഒരു കണക്കില്ല. അപ്പം സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. ആ സ്ട്രഗിളിനെ നമ്മൾക്ക് നേരിട്ടേ പറ്റൂ. മാഡം ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ആയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജോയിൻ ആയത്. അതുകൊണ്ട് അഭിസാറിന്റെ ഇൻട്രോ കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും റെക്കോർഡിംഗ് സെക്ഷൻസ് വരുമ്പോൾ ഇൻട്രോ കേട്ടിട്ട് സ്പെഷ്യലി അതിന്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം. ഫീഡ്ബാക്ക് തരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സൂപ്പർ ഫീഡ്ബാക്ക് ആയിരുന്നു സർ. പ്രസന്റേഷൻ ചെയ്തെന്ന് വിചാരിക്കുന്നു, ഇൻട്രോ കൊടുത്തെന്ന് വിചാരിക്കുന്നു. ഇനിവേ എന്തായാലും കേൾക്കാതെ പറയാൻ പറ്റിയില്ലല്ലോ. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, ഞാൻ കേട്ടു. ഇൻട്രോ സൂപ്പർ ആയിരുന്നു. ഇൻട്രോ അടിപൊളിയായിട്ട്. താങ്ക് യു.
ഇനി ആർക്കും സംസാരിക്കാനില്ലെങ്കിൽ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ സോന മാമിന്റെ ക്ലാസ്സിന് നല്ല ഒരു ഇൻട്രോ തന്നതിന് അഭിസാറിന് പ്രത്യേകം നന്ദി. ഇറ്റ് വാസ് എ ഗുഡ് ജോബ്. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ വെൽക്കം. അതുപോലെ തന്നെ സോന മാമിന്റെ ക്ലാസ് വളരെ നമ്മളോട് അടുത്ത് കിടക്കുന്ന, അല്ലെ, ജീവിതത്തിന്റെ വളരെ നമ്മൾ എന്താ പറയുക, ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ റെഗുലർ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവെ മാം എടുക്കാറുള്ളത്. അപ്പൊ അതേ ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന്, അല്ലെ, ടു സീ പോസിറ്റിവിറ്റി ഇൻ ദ നെഗറ്റിവിറ്റി എന്നുള്ളത് തന്നെ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും വരും. ലൈഫ് ഒരു പാക്കേജ് ആണ്. അപ്പൊ എല്ലാം കലർന്നിട്ടാണ് വരിക. പക്ഷെ അതിലെ നെഗറ്റീവിനെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനേ നേരെ ഉണ്ടാവുള്ളൂ, അല്ലെ? അരിമണിയിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കല്ലിനെ മാത്രം തപ്പി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചോറ് ആസ്വദിക്കാൻ പറ്റും? ഇല്ല. അതാണ് ലൈഫ്. ലൈഫിൽ എന്തായാലും എവിടെയെങ്കിലും ഒരു കരടോ കല്ലോ ഒക്കെ ഉണ്ടാവും. അത് നോർമലാണ്. അത് നോർമലാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ നമ്മൾ പുഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അഭിസാറ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതായത് റൂമിലെ സാധനങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്, അതിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. നമ്മൾ നമ്മളെ തന്നെ എന്താ പറയണത്, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മളൊരു മൊബൈലിന് പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ വന്നാലൊക്കെ നമ്മൾ റിഫ്രഷ് ചെയ്യും. അതുപോലെ തന്നെ ഒരു മെക്കാനിസം തന്നെയാണ് അതും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിഫ്രഷ് ചെയ്യുക. പിന്നെ മാം പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്, വേറെ ഒന്നുമില്ല ലൈഫിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധനം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മേലേക്ക് വളരാൻ വേണ്ടി മുകളിലോട്ട് നോക്കുമ്പം ഒപ്പം തന്നെ ഇടയ്ക്ക് താഴോട്ടും നോക്കണം. നമ്മുടെ താഴെ നിൽക്കുന്ന ആളുകളെ നോക്കുക. നമുക്ക് കിട്ടാത്ത, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മൾ പറയും അല്ലെ, ബ്രെഡും ജാമും, അയ്യേന്ന്. ഈ ബ്രെഡും ജാമും സ്വപ്നം കാണുന്ന എന്തോ ആളുകൾ ഉണ്ടാവും. പഴങ്കഞ്ഞി കഴിച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലും എച്ചിൽ വാരി കഴിക്കുന്ന ആൾക്ക് ഈ ബ്രെഡും ജാമും വലിയ കാര്യമായിരിക്കും. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സ്വയം ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ അടുത്ത തലമുറയ്ക്കും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം പകർത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ സൊസൈറ്റിയിൽ ഈ വളർന്നു വരുന്ന ഈ പ്രോബ്ലംസും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടാതെ, സോണ മാം പറഞ്ഞ മാതിരി കുഞ്ഞുങ്ങളൊക്കെ സൂസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. സോ ഇനി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് രണ്ടുപേരോടും, അഭിസാറിനോടും സോന മാമിനോടും. ഓക്കെ. ആൻഡ് താങ്ക് യു ഓൾ. എല്ലാത്തിനും ഉപരി ക്ലാസ് കേൾക്കാൻ താങ്ക് വന്ന യു. എല്ലാവരോടും ഇതേപോലെ തന്നെ ഇനിയും ക്ലാസ്സുകളെല്ലാം ജോയിൻ ചെയ്യുക, നമ്മുടെ ട്രെയിനേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ട്രെയിനേഴ്സ് ടോക്കിൽ ഇനിയൊരു പുതിയൊരു ടോപ്പിക്കും ഒരു സെഷനുമായിട്ട് നമുക്ക് സാറ്റർഡേ കാണാം. ഓക്കെ. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you. Good night. All. Thank you all. താങ്ക് യു.